എസ് രാജേന്ദ്രൻ ബിജെപിക്ക് വേണ്ടി ദേവികുളത്ത് മത്സരിക്കണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് രാജേന്ദ്രൻ പാർട്ടിയെ നയിക്കും. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന നേതാവാണ് എസ് രാജേന്ദ്രനെന്നും രാജീവ് ചന്ദ്രശേഖർ മൂന്നാറിൽ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം അത് സെൻട്രൽ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അടുത്തൊരു 5-6 ദിവസം ഒരാഴ്ചയിൽ തീരുമാനിക്കും. പക്ഷേ അദ്ദേഹമാണ് ഇവിടെ നയിക്കാൻ പോകുന്നത്, അതിലൊരു സംശയമില്ല. ഇവിടെ നമ്മൾ ഇന്ന് ഞാൻ കണ്ട ഒരു അന്തരീക്ഷം, ഞാൻ മനസ്സിലാക്കിയ ഒരു അന്തരീക്ഷം കാണുമ്പോൾ ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റാണ്. ഇവിടെ ഒരു മാറ്റം വരും. കാരണം എത്രയോ കൊല്ലമായി ഇവിടുത്തെ സാധ്യതകളൊന്നും നടപ്പിലാക്കുന്നില്ല. ഇവിടെ മാറി ഭരിച്ച് കോൺഗ്രസും LDF സർക്കാരാണ്, ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ഇതെല്ലാം കാണുമ്പോൾ തന്നെ കുറച്ച് ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. ഇതെല്ലാം മാറ്റണം. ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന, മാറാത്തത് ഇനി മാറും. ആത്മാർത്ഥമായി ഒരു കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഒരു ലീഡറാണ് എസ് രാജേന്ദ്രൻ. അതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്ന സർക്കാർ, തിരുവനന്തപുരത്ത് ഭരിക്കുന്ന സർക്കാർ മൂന്നാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ എത്രയോ കൊല്ലമായിട്ട് വേറെ ഒരു ഓൾട്ടർനേറ്റ് ഇല്ലല്ലോ. ഞങ്ങൾ പോയാൽ പിന്നെ കോൺഗ്രസ് പോയാൽ പിന്നെ ഞങ്ങൾ, അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയം. അതെല്ലാം മാറ്റണം. ഈ 26-ന്റെ ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനിൽ അത് മാറും എന്നാണ് ഞാൻ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നത്. തോട്ടം തൊഴിലാളി മേഖലയിലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള ആൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ BJPയുടെ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. അല്ല, അത് ഞാനാണെങ്കിൽ തീരുമാനിക്കേണ്ടത് ഞാനാണെങ്കിൽ ഞാൻ 100% ഇന്ന് ഉറപ്പ് തരുന്നു അദ്ദേഹം ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. അത് സെൻട്രൽ പാർട്ടി ആണ് ഫൈനൽ ഡിസിഷൻ മേക്കർ. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വളരെ കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ അടുത്ത 5 കൊല്ലം ചെയ്യും. ഈ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവരും എന്ന് എനിക്ക് ഒരു സംശയമില്ല.